അയോധ്യ രാമക്ഷേത്ര ബാബറി മസ്ജിദ് തർക്കത്തെക്കുറിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നടത്തിയ പരാമർശങ്ങളിൽ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി അതായത് ക്യൂറേറ്റീവ് പെറ്റീഷൻ സമർപ്പിക്കുന്നതിന് മതിയായ കാരണങ്ങളുണ്ടെന്ന് നിയമവിദഗ്ധനായ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ വ്യക്തമാക്കിയിരുന്നു. പള്ളി പണിയുന്നതിനായി ഒരു ക്ഷേത്രം തകർത്തതിന് തെളിവുകളൊന്നും കണ്ടെത്താത്ത 2019 വിധിന്യായത്തിന് വിരുദ്ധമാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഇപ്പോഴുള്ള അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ അഥവാ തിരുത്തൽ ഹർജി എന്താണെന്ന് കോഡ് പരിശോധിക്കും. അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി, ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, S അബ്ദുൽ നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലൂടെ തർക്കസ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകി. മുസ്ലിങ്ങൾ പ്രത്യേക ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് വിധിന്യായം എഴുതിയതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പിന്നീടുള്ള പരാമർശങ്ങളും വിധിന്യായവും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന നിയമപരമായ അവകാശം ഉപയോഗിക്കാൻ കഴിയുക എന്ന അഭിപ്രായമുയരുന്നത്. ഒരു കോടതിയുടെ ആത്യന്തിക ഉത്തരവാദിത്വം വിശ്വാസ്യതയുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുക എന്നതാണ്. നീതി നടപ്പാക്കുക മാത്രമല്ല, അത് നടപ്പാക്കുന്നതായി കാണിക്കുകയും വേണം, പ്രത്യേകിച്ച് കേസ് തോറ്റവർക്ക്. അതിനാലാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു തിരുത്തൽ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമെന്ന അഭിപ്രായമുയരുന്നത്. എന്താണ് ഈ തിരുത്തൽ ഹർജി അഥവാ ക്യൂറേറ്റീവ് പെറ്റീഷൻ? സുപ്രീം കോടതിക്ക് മുമ്പാകെ ഒരു വ്യക്തിക്ക് ലഭ്യമായ അവസാന ആശ്രയമാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ. കോടതിയുടെ ഒരു പ്രവൃത്തി ആരെയും ദോഷകരമായി ബാധിക്കരുത് എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രം സുപ്രീം കോടതിക്ക് നൽകിയിട്ടുള്ള വിവേചനാധികാരമാണിത്. സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധികൾ വീണ്ടും പരിശോധിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രൂപ അശോക് ഹുറ വേഴ്സസ് അശോക് ഹുറ ആൻഡ് ആൻ എന്ന കേസിൽ സുപ്രീം കോടതി ഒരു തിരുത്തൽ ഹർജി ഫയൽ ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും പരിഗണിക്കാവുന്ന മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജി തള്ളപ്പെടുമ്പോൾ മാത്രമേ ക്യൂറേറ്റീവ് ഹർജി ഫയൽ ചെയ്യാൻ കഴിയൂ. ഏതെങ്കിലും ഒരു വിധിയിൽ സംഭവിച്ച തെറ്റ്, വീഴ്ച അല്ലെങ്കിൽ സ്വാഭാവിക നീതി തത്വത്തിന്റെ കടുത്ത ലംഘനം എന്നിവയെക്കുറിച്ച് ആശങ്കയുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 129, 137, 141, 142 എന്നിവ പ്രകാരം സുപ്രീം കോടതിയിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകാവുന്നതാണ്.